ഏതൊരാൾക്കിത്ര സ്നേഹം ഈ ഭൂമി നൽകും. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, സഹൃദയരായ ശ്രോതാക്കളെ, അൽ ഫലാഹ് ഇസ്ലാമിക് സെന്റർ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ 23-ാം വാർഷിക സനദ് ദാന സമ്മേളനത്തിൻ്റെ സമാപന ദിനപരിപാടികളാണല്ലോ ഇവിടെ നടന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി 40 ഹാഫിളീങ്ങൾക്ക് സനദ് നൽകുക എന്നതും അവർക്കുള്ള സ്ഥാനവസ്ത്രം നൽകലും, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഉലമാക്കളുടെയും സാദാത്തുക്കളുടെയും ഒക്കെ ആശീർവാദങ്ങളും ഉപദേശങ്ങളും നൽകുക എന്നതുമാണ്. അൽഹംദുലില്ലാഹ്, ആ ഹാഫിളീങ്ങളുടെ സ്ഥാനവസ്ത്ര വിതരണം ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിലെ സാദാത്തുക്കളുടെ ഏറ്റവും വലിയ തറവാടായി വിശേഷിപ്പിക്കാൻ പറ്റുന്ന ആ ബാഫഖി കുടുംബത്തിലെ ആലിമും ആബിദും സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ തുല്യതയില്ലാത്ത സംഭാവനകൾ നൽകി നേതൃത്വം നൽകുന്നവരുമായ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ ഇവിടെ വച്ച് നിർവഹിക്കുകയുണ്ടായി. ഈ അവസരത്തിൽ ഒരു സുദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. കാരണം അനേകം ഉസ്താദുമാർ, ഒരുപാട് നേതാക്കൾ, എല്ലാവരാലും ധന്യമായ ഒരു മജ്ലിസാണ് നമ്മുടേത്. കുറേ ആളുകൾ തന്നെയെങ്കിലും നമുക്ക് നസീഹത്ത് നൽകാതിരുന്നാൽ ഇവിടെ വന്ന ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാകും. അതുകൊണ്ട് മൈക്ക് പോയിന്റിലേക്ക് വരുന്നവർ വളരെ കുറച്ച് മാത്രം സംസാരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അവസരം നൽകുക എന്നതാണ് ഇത്തരം മജ്ലിസുകളിലെ പ്രസംഗകരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി പത്തപ്പിരിയം ഈ സ്ഥാപനത്തിൻ്റെ തുടക്കത്തിലേക്ക് നയിച്ച പ്രത്യേക സാഹചര്യങ്ങൾ, ഇത് തുടങ്ങിയത് മുതൽ നേരിടേണ്ടി വന്ന പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വജഹിന് വേണ്ടി സഹിച്ച് മുന്നേറിയപ്പോൾ ആ മുന്നേറ്റത്തിൽ കൂടെ നിൽക്കാൻ വേണ്ടി നല്ല മുഖ്ലിസീങ്ങളായ സുഹൃത്തുക്കളെയും നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ലഭിച്ചപ്പോൾ ഉണ്ടായ വലിയ വിജയം, അഥവാ സ്ഥാപനത്തിൻ്റെ പേര് പോലെ അൽ ഫലാഹ്, ആ വലിയ വിജയം നേടാനായത് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണർത്തുകയുണ്ടായി. എനിക്ക് ഓർമ്മ വരുന്നത് 1998 കാലത്ത് അദ്ദേഹവും അതുപോലെ ഷംസുദ്ദീൻ നിസാമിയും അടക്കം കുറെ സഖാഫിമാര് അന്ന് ഡൽഹിയിൽ ജാമിയ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ എന്ന പേരിൽ അവിടെ സ്ഥാപിക്കപ്പെട്ടിരുന്ന സ്ഥാപനത്തിൽ ഒരു വർഷത്തെ കോഴ്സിനു വേണ്ടി വന്ന സമയത്തെ ചില ഓർമ്മകളാണ്. ഞാനത് ഇവിടെ വിശദീകരിക്കുന്നില്ല. അന്ന് പത്തപ്പിരിയം സഖാഫിയുടെ കൂടെ മറ്റു ചിലരുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് നന്നായി പഠിക്കണം, ഉറുദു ഭാഷ നല്ലതുപോലെ സ്വായത്തമാക്കണം,
ആ ഉറുദു ഭാഷയിലുള്ള കിതാബുകൾ വാങ്ങി സ്വന്തം മിൽക്കിൽ തന്നെ അങ്ങനത്തെ കിതാബുകൾ ഉണ്ടാകണം. എന്നിട്ട് അത് പഠിച്ച് തഹ്ഖീഖാക്കി പിന്നീട് അത്തരം കിതാബുകളിൽ പറയുന്ന വിഷയങ്ങൾ കൂടി ജനങ്ങളെ ബോധവൽക്കരണം നടത്തേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നന്നായി ഉപയോഗപ്പെടുത്തണം എന്ന് ആ കൂട്ടത്തിൽ അന്ന് അദ്ദേഹത്തിന് വല്ലാത്ത നിർബന്ധമുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ്, മർഹൂം അല്ലാമ അർഷദുൽ ഖാദിരി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ. അദ്ദേഹം 85-ാമത്തെ വയസ്സിലും പുസ്തകം വായിക്കുന്നത് കണ്ണടയില്ലാതെയാണ്. അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്നത് കണ്ണട വെക്കാതെയാണ്. അദ്ദേഹം അങ്ങനെ കണ്ണട വെക്കാതെ എഴുതുന്നത് കണ്ട് 85-ാമത്തെ വയസ്സിൽ കണ്ണട വെക്കാതെ എഴുതുന്നതും ഓതുന്നതും കണ്ട് അത്ഭുതത്തോടു കൂടി ഒരു ദിവസം ഞാൻ ചോദിച്ചു, हुजूर मेहरबानी कीजिए, आपके सामने एक दरख्वास्त है, एक गुजारिश है. അങ്ങയുടെ മുന്നിൽ വിനയത്തോടൊരു അപേക്ഷ വെക്കാനുണ്ട്. അങ്ങയെ കാണുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നു. 85 साल के उम्र में भी आप बगैर चश्मा पढ़ते हैं, लिखते हैं, सारे के सारा काम आप बगैर चश्मा करते रहते, इसकी राज क्या है? എന്താണ് കണ്ണട വെക്കാതെ ഈ പ്രായത്തിലും എഴുതുന്നതിൻ്റെ വായിക്കുന്നതിൻ്റെ ഒരു കാര്യത്തിനും കണ്ണട വേണ്ട ഈ എന്നതിൻ്റെ രഹസ്യം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ രഹസ്യം മറ്റൊന്നുമല്ല, ഇതിൻ്റെ രഹസ്യം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളോട് ശക്തമായി എതിർക്കാനുള്ള മനസ്സും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്ന ആളുകളോട് എതിർക്കാനുള്ള മനസ്സിനൊപ്പം ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കാനുള്ള മനസ്സും ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ഇതിന് സാധിച്ചത്. ഞാൻ പറഞ്ഞു, മേ ബിൽക്കുൽ സമജ് നഹീ പായ. അങ്ങ് പറഞ്ഞ ഈ മറുപടി എനിക്ക് തീരെ മനസ്സിലായില്ല. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്നേഹിക്കണം എന്ന് മാത്രം പറഞ്ഞാൽ മനസ്സിലാകുന്നതാണ്, ഞങ്ങളൊക്കെ നാട്ടിൽ പറയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുന്നവരെ, അവരെ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നവരെ, അവരെ ഞങ്ങളൊക്കെ എതിർക്കുന്നതുമാണ്, അതും ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ അങ്ങയുടെ ഈ കണ്ണിന്റെ കാഴ്ചയുടെ രഹസ്യം അതാണ് എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്, യേ ദേഖോ യേ മേരി കിതാബ് ജിസ്കാ നാം സൽസലാ ഹൈ. ഒരു പുസ്തകം ആദ്യം എടുത്തുകൊണ്ട് കാണിച്ചു, ഈ പുസ്തകത്തിന്റെ പേര് സൽസല എന്നാണ്. അതിനേക്കാളും തടിച്ച മറ്റൊരു പുസ്തകം എടുത്തുകൊണ്ട് പറഞ്ഞു, और ये किताब जिसका नाम है ज़ेरो ज़बर. അങ്ങനെ 2 പുസ്തകം എൻ്റെ മുമ്പിൽ വെച്ചു. ഒന്നാമത്തെ പുസ്തകം അതിനുശേഷം പത്തപ്പിരിയം ഉസ്താദ് അടക്കമുള്ള ആളുകൾക്ക് ഞാൻ തന്നെ അവിടെ ഏതാനും ഭാഗം വായിച്ചു കൊടുത്തത് ഈ അനുഭവത്തിൻ്റെയും കൂടി വെളിച്ചത്തിലാണ്. സൽസല എന്ന് പറഞ്ഞാൽ ആ പുസ്തകത്തിൽ ദയൂബന്ദി പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന, ഇന്ത്യയിലെ വലിയ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന ആ പണ്ഡിതന്മാർ പാണ്ഡിത്യത്തിൽ എത്ര തന്നെ വലിയവരാണെങ്കിലും അവർക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മനോഭാവം എന്തായിരുന്നു? അവരുടെ പുസ്തകങ്ങൾ, ആ പുസ്തകങ്ങളുടെ കൃത്യമായ ഇബാറത്തുകൾ
അതൊക്കെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേവലം സാധാരണ മനുഷ്യനായി കാണുന്നവരായിരുന്നു എന്ന് മാത്രമല്ല, സാധാരണ മനുഷ്യരെക്കാളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മോശമാക്കാൻ വേണ്ടി പുസ്തകം എഴുതിയവരായിരുന്നു അവര് എന്നും, അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പേര് കേട്ടിട്ടോ അവർക്ക് മറ്റുള്ള ആളുകൾ ചാർത്തിക്കൊടുക്കുന്ന സ്ഥാനപ്പേര് കേട്ടിട്ടോ അവരുടെ പുസ്തകങ്ങളുടെ പേര് കേട്ടിട്ടോ പ്രിയപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരെ, നിങ്ങൾ വഞ്ചിതരാകരുത് എന്ന് ഈ സുന്നി ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കാസിം നാനൂത്തവിയെ, ഖലീൽ അഹമ്മദ് അംബേട്ടവിയെ, റഷീദ് അഹമ്മദ് ഗംഗോഹിയെ, മുനാസിർ ഹസൻ ഗീലാനിയെ തുടങ്ങിയുള്ള ആളുകളെ ഞാൻ ഇതിൽ പരിചയപ്പെടുത്തി. അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവരിൽ ചിലർ ഇനിയും പ്രവാചകൻ വരാം എന്ന് പറഞ്ഞവർ, മറ്റു ചിലർ ഇബ്ലീസിന് കൈപറിയും എന്നത് ഖുർആൻ പറയുന്ന കാര്യമാണെങ്കിൽ ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹും, എന്നാൽ ഇബ്ലീസിന്റെ അത്ര പോലും പ്രവാചകന്മാർക്ക് മുഹമ്മദ് നബിക്ക് വിശിഷ്യ ഗൈബ് അറിയാൻ പാടില്ല എന്ന് സ്ഥിരീകരിക്കാനാണ് ചിലർ ശ്രമിച്ചത് എങ്കിൽ, മറ്റു ചിലർ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങാനും ഓർമ്മ വന്നാൽ ഒരു കഴുതയെ പറ്റി നിസ്കാരത്തിൽ ഓർക്കുന്നതിനേക്കാളും വലിയ അപകടമാണ് എന്ന് എഴുതി വെക്കാനാണ് തയ്യാറായത് എങ്കിൽ, ഇത്തരം ആളുകളെയൊക്കെ പാമരന്മാർ വലിയ പണ്ഡിതന്മാരും നേതാക്കന്മാരുമായി കാണുന്ന ആ വലിയ തെറ്റിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് എനിക്ക് എന്റെ ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ രീതിയിലുള്ള നിർദ്ദേശം കിട്ടിയത്. സുന്നത്തി ജമാഅത്ത് ഇന്ത്യയിൽ നിലനിൽക്കണമെങ്കിൽ ഇവരുടെ ഇത്തരം പുസ്തകങ്ങളിലുള്ള പൊള്ളത്തരങ്ങൾ, സുന്നത്തി ജമാഅത്തിനെതിരിലുള്ള ആ അതിഭയങ്കരമായ അക്രമങ്ങൾ, അതിന്റെ എതിരായ വിശ്വാസങ്ങൾ ഇത് തുറന്നു കാണിക്കുന്ന പുസ്തകം എഴുതണം എന്ന് എന്റെ ഉസ്താദുമാരുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം കിട്ടിയപ്പോൾ അതിനെഴുതിയ പുസ്തകമാണ് സൽസല. ഇത് പറയുന്നതിന്റെ ഇടക്ക് അദ്ദേഹം പറഞ്ഞു, മൗലാന മേ 25 സാൽ ചശ്മ പഹൻ കെ ആയ, ഞാൻ 25 കൊല്ലം കണ്ണട വെച്ച, തടിച്ച കണ്ണട വെച്ച ആളാണ്. പക്ഷേ ഈ പുസ്തകം ഏതാനും വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കാൻ തുടങ്ങുമ്പോൾ എന്റെ കണ്ണിന്റെ കാഴ്ചക്ക് വലിയ മാറ്റം സംഭവിക്കുന്നത് ഞാൻ കണ്ടു. ഈ പുസ്തകം ഇറങ്ങിയപ്പോൾ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ സൽസല അഥവാ സുന്നത്തി ജമാഅത്തിന്റെ വിരുദ്ധർക്കിടയിൽ വലിയ ഭൂകമ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായി. എല്ലാ നിലക്കും അവർ എന്നെയും പുസ്തകത്തെയും സുന്നത്തി ജമാഅത്തിനെയും എതിർക്കാൻ തുടങ്ങി. ആ സമയത്ത് അവര് പറഞ്ഞ മറുപടികൾക്ക് മറുപടിയായി, അവരുടെ ഖണ്ഡനങ്ങൾക്ക് മണ്ഡനങ്ങളായി ഞാൻ പിന്നീട് എഴുതിയ പുസ്തകമാണ് സൈറോ സബർ എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം ഫതുഹും കസ്റും എന്ന് മാത്രമാണ്. അവരുന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും വളരെ കൃത്യമായി മറുപടി പറഞ്ഞു. ഈ 2 പുസ്തകങ്ങളും എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. നീ സുന്നത്തി ജമാഅത്തിന് വേണ്ടി പോരാടുന്ന വലിയ പണ്ഡിതനാണ്, പക്ഷേ നീ ഇതുവരെ പഠിക്കാത്ത ഒരു കാര്യവും കൂടിയുണ്ട് എന്നോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, തങ്ങളെ, ഞാൻ ആ പഠിക്കാത്ത കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം, അതും കൂടി പ്രവർത്തികമാക്കാൻ ഞാൻ തയ്യാറാണ്. അന്ന് എന്നോട് റസൂലുള്ളാഹി പറഞ്ഞു, ദലായിലുൽ ഖൈറാത്ത് നാളെ രാവിലെ മുതൽ പതിവാക്കണം. അങ്ങനെ ഞാൻ ദലായിലുൽ ഖൈറാത്ത് പതിവാക്കാൻ തുടങ്ങിയപ്പോൾ വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതം. എനിക്ക് കണ്ണടയുടെ ആവശ്യം തീരെയില്ലാതായി. 25 കൊല്ലം കണ്ണട വെച്ച ഞാൻ അന്ന് മുതൽ കണ്ണട വെക്കാതായി. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അതാണ് മൗലാന നിങ്ങൾ കണ്ണടയില്ലാതെ ഞാൻ എഴുതുന്നതിൻ്റെയും വായിക്കുന്നതിൻ്റെയും ചോദിച്ച രഹസ്യം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ആ അവസരം ഉപയോഗപ്പെടുത്താൻ തീരുമാനം. അല്ലാമയോട് പറഞ്ഞു, എനിക്ക് ഇജാസത്ത് തരണം ദലായിലുൽ ഖൈറാത്ത് പതിവാക്കാൻ.
ഞാൻ ഈ തടിച്ച കണ്ണട വെച്ചിട്ടുള്ള പ്രയാസം എത്രമാത്രമാണ് എന്ന് ഇനി അങ്ങയോട് പറയേണ്ടതില്ലല്ലോ. 1983 മുതൽ 4.5 തുടങ്ങിയ കണ്ണട 2009 ആയപ്പോഴേക്ക് -12 എന്റെ കണ്ണട മാറിയിരുന്നു. പഴയ കാലത്തൊക്കെ എന്റെ സുഹൃത്തുക്കൾക്ക് കണ്ണട ഇല്ലാത്ത എന്നെ ഓർമ്മയില്ല. അതേ സമയം അൽഹംദുലില്ലാ അല്ലാമ ഇജാസത്ത് തന്നു. ആ ഇജാസത്ത് പ്രകാരം അദ്ദേഹം മറ്റു ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ ചെയ്തപ്പോൾ എനിക്കും 2009 മുതൽ കണ്ണട ആവശ്യമില്ലാത്തൊരവസ്ഥ വന്നു. ഞാൻ എൻ്റെ ഭാഗം ഇവിടെ പറയേണ്ടതല്ല, പക്ഷേ പത്തപ്പിരിയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ അത് പറഞ്ഞു എന്ന് മാത്രം. ആ സൽസല ഉപയോഗപ്പെടുത്തി പത്തപ്പിരിയം ഉസ്താദ് തബ്ലീഗ് ജമാഅത്തിനെതിരെ നടത്തുന്ന പ്രസംഗം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു. ഒരു കൊല്ലമാണെങ്കിലും ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ നിർദ്ദേശിച്ചതനുസരിച്ച് സഖാഫി ആയതിനു ശേഷം നാടും വീടും വിട്ട് ഡൽഹിയിൽ വന്ന് പഠിക്കാൻ തയ്യാറായപ്പോൾ സുന്നത്തി ജമാഅത്തിനെതിരിലുള്ള എല്ലാ ശക്തികൾക്കെതിരെയും, ഞാൻ ആരുടെയും പേര് പറയണ്ടല്ലോ, എല്ലാ ശക്തികൾക്കെതിരെയും ആധികാരികമായി സംസാരിക്കാൻ പറ്റിയ എല്ലാ അറിവും കഴിവും പത്തപ്പിരിയം ഉസ്താദിന് നേടാൻ കഴിഞ്ഞു. അത് ആ ഉസ്താദുമാരുടെ ബറക്കത്താണ്. പ്രിയപ്പെട്ടവരെ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ബാക്കവി അസോസിയേഷൻ ഒരാശയ സെമിനാർ നടത്തണം, അതിനുവേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചു. പറ്റുമെങ്കിൽ നിങ്ങൾ വരണം, ഇല്ലെങ്കിൽ തബ്ലീഗ് ജമാഅത്തിനെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ പറ്റിയ ഒരാളെ നിങ്ങൾ തരണം എന്ന് പറഞ്ഞു. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, ആളെ ഞാൻ തരാം. പത്തപ്പിരിയം ഉസ്താദിനെ പറഞ്ഞയച്ചു കൊടുത്തു. സംസ്ഥാനയുടെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു വിഷയവും, മറുഭാഗം സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റൊരു വിഷയം മറ്റൊരാളും, അഥവാ ഒന്ന് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചും, ഒന്ന് എനിക്ക് തോന്നുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും, ഒന്ന് തബ്ലീഗിനെ പറ്റിയായി. ഏതായാലും അൽഹംദുലില്ലാ പിന്നീട് സംഘാടകർ എന്നെ വിളിച്ചു പറഞ്ഞു, വളരെ നല്ല ക്ലാസ്സായി. ആ ഉറുദുവിലുള്ള പുസ്തകങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വിഷയം അവതരിപ്പിച്ചപ്പോൾ സന്തോഷമായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ തവ്വലല്ലാഹു ഉംറഹു ഉസ്താദ് അവറുകൾ സുന്നത്തി ജമാഅത്തിന്റെ മേഖലയിൽ ഉണ്ടാക്കിയ വലിയ വിപ്ലവം, ആ വിപ്ലവം മദ്രസകളിലൂടെ, ദർസുകളിലൂടെ, യതീംഖാനകളിലൂടെ, ഹിഫ്ളുൽ ഖുർആൻ കോളേജുകളിലൂടെ, ശരീഅത്ത് കോളേജുകളിലൂടെ, അതുപോലെ തന്നെ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ച ദഅവാ കോളേജുകളിലൂടെ, അവസാനം ഇപ്പം നോളജ് സിറ്റിയിലൂടെ ലോകത്ത് മുഴുവൻ വ്യാപിക്കുമ്പോൾ ആ ശൈഖുന ഉസ്താദ് അവരുടെ ശിഷ്യന്മാർ ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായി അതേ വഴിയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്നാലും സുന്നിയാണ് ഞാൻ എന്ന് പറയാൻ പഴയ കാലത്തതുപോലെ പേടിക്കേണ്ടാത്ത, സങ്കോചിക്കേണ്ടാത്ത, ലജ്ജ തോന്നേണ്ടാത്ത, വളരെ അന്തസ്സോടുകൂടി ഞാൻ സുന്നിയാണ് എന്ന് പറയാനാണ് ഇന്ന് മറ്റേതെങ്കിലും പ്രസ്ഥാനക്കാരനാണ് എന്ന് പറയുന്നതിനേക്കാൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ സംജാതമായിട്ടുണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുടെയും കൂടെ നിന്ന സാദാത്തുക്കൾ ഉലമാക്കളുടെയും അതുപോലെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സഖാഫിമാരും അതുപോലെ അല്ലാത്തവരുമായ ചെറുപ്പക്കാരായ പണ്ഡിതന്മാരുടെയും പ്രവർത്തനം മുഖേനയാണ്. അല്ലാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം